ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ പൊന്മാൻ എന്ന സിനിമയും കണ്ടതാണ്ട് ഒരു ചായയുമായിട്ട് ഞാൻ വന്നിവിടെ ഇരിക്കുകയാണ് ഗൈസ്. നൈസ് പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാൻ ബാക്കിയുള്ളവർക്ക് എന്തിനാണ് അവസ്ഥയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു പടം, നല്ല ഒരു ആശയവും. ഇത് നമ്മളെ കൊല്ലം തിരുവനന്തപുരംകാർക്കൊക്കെ കട്ടയ്ക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്, അത് ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു പരിപാടി. അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ആദ്യമൊക്കെ ഇത് കേട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ ഒരു അങ്ങനത്തെ രീതിയിൽ ആ സിനിമ ആക്കിയതിൽ വളരെ രസമുണ്ട്. ഇത് കൊണ്ടുപോകണത് ബേസിൽ ജോസഫ് തന്നെടേ. പുള്ളി സ്ക്രീനിൽ വന്നതിന് ശേഷം പടം ഒരു ലിഫ്റ്റുണ്ട്, വേറെ ലെവലായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗംഭീരമായിട്ട് ആ ക്യാരക്ടറിനെ ബേസിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊന്നും പറയാനില്ല. അതേപോലെ സജിൻ ഗോപു മറ്റേ തന്നെ തങ്കഞ്ചേട്ടൻ്റെ ആ സാധനം. പിന്നെ ലിജോ മോൾ ജോസ് നൈസായിരുന്നു. സ്റ്റെഫി ഗ്രാഫ് പുള്ളിക്കാരിയുടെ പേര് കേട്ടോ, പൊളിയാണ്. എന്നിട്ട് സജിൻ ഗോപുവിൻ്റെ പേര് മാരിയാനോ, വേറെ ലെവൽ പേരുകളാണ്. പിന്നെ നമ്മുടെ മച്ചാൻ പി അജീഷ് തന്നെ വേറെ ലെവല്. ടെറസ് ബ്രൂണോ, ഫുട്ബോൾ സ്പോർട്സ് പരിപാടികളുടെ ആൾക്കാരുടെ പേരാണ് ഈ സിനിമയിലെ ആൾക്കാർ കൊടുത്തിരിക്കുന്നത്. നൈസായിരുന്നു. അതേപോലെ ദീപക് പരമ്പൂളുണ്ട്, ജയ കുറുപ്പ്, പിന്നെ നമ്മുടെ ഈ പുള്ളിക്കാരിയുടെ അമ്മയായിട്ട് അഭിനയിച്ചൊരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരിക്ക് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സന്ധ്യ രാജേന്ദ്രൻ നൈസായിരുന്നു കേട്ടോ, നൈസായിരുന്നു. ഡയറക്റ്റഡ് ബൈ ജ്യോതിഷ് ശങ്കർ, റൈറ്റർ GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു. ഈ GR ഇന്ദുഗോപൻ്റെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ സിനിമയുടെ ഡയലോഗ്സൊക്കെ നല്ല പവറാണ്, നല്ല ക്ലാസ് പവർഫുൾ ഡയലോഗുകളാണ്. പിന്നെ എടുത്ത് പറയാനായിട്ടാണെങ്കിൽ നമുക്ക് മ്യൂസിക് കൊള്ളാം. ജസ്റ്റിൻ വർഗീസാണ്. സിനിമാറ്റോഗ്രാഫി സനു ജോൺ വർഗീസ്, നൈസ് നെയിം. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിതിൻ രാജ് ആരോൾ. ഇവരൊക്കെയാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയണ്ട, അങ്ങനെയൊക്കെ വെച്ചൊരു വളരെ ഒരു ഹമ്പിളായിട്ടുള്ളൊരു പടം. നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി, നല്ല രസമായിട്ടിരുന്ന് കാണാം. ഇതിലൊരു സീനുണ്ട്, എനിക്ക് ബേസിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലത്തെ ഒരു സാധനം ഈ പടത്തിൽ പിടിക്കുന്നുണ്ട്. ഓ മാൻ, എനിക്കും അതാണ് പറയാനുള്ളത്. ഫേസ് ചെയ്യുക, രണ്ടും കൽപ്പിച്ച് നമുക്ക് ചെയ്യാം. അതാണ് ലൈഫ്. അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് മറ്റേ രോമൊക്കെ എണീച്ചെന്ന് സല്യൂട്ട് അടിച്ചു പോയി ആ ഒരൊറ്റ ഡയലോഗിൽ. ഏതാണ് പറയുക, കുറേ നല്ല മൂമെൻറ്റ്സും അത്യാവശ്യം കുറേ തമാശയും എന്നൊക്കെ പറയേണ്ട ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു പടം. നമ്മുടെ ബേസിലിൻ്റെ ചിരി പോലത്തെ ഒരു ചെറിയൊരു പടം. ഇത് പൊന്മാൻ എന്നുള്ള പേര് ആപ്റ്റാണ് ഈ സിനിമയ്ക്ക്. അതായത് ഒന്ന് പൊന്മാൻ, മറ്റേത് കിങ് ഫിഷർ എന്നുള്ള ഒരു ഐഡിയോളജി. അതായത് ഈ വെള്ളത്തിലുള്ള മീനിനെ അണ്ണം പറന്ന് വെള്ളത്തിൽ മുങ്ങി പൊടിക്കും. മനസ്സിലായോ? ഡിഫിക്കൽട്ട് ഐറ്റമാണ്, പക്ഷേ അണ്ണനെ കൊണ്ട് അത് പറ്റും, പിടിച്ചിരിക്കും. ആ ഒരു കോൺസെപ്റ്റും അതൊക്കെ നൈസായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രേ പറയുള്ളൂ, വേറെ ഒന്നും എനിക്ക് സിനിമയെ പറ്റി പറയാനില്ല. നിങ്ങൾക്ക് പോയി ടിക്കറ്റ് എടുത്ത് ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റിയ ഒരു സാധനമാണത്. എന്തായാലും നല്ലൊരു പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും താഴെ പറയുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ പോകണം. അങ്ങനെ വലിയൊരു പടവും അല്ല, ഒരു ചെറിയ പടം, ഒരു നല്ല പടം. മനസ്സിലായി? നമ്മൾ ആ ഒരു കാറ്റഗറിയില്ലേ കണ്ടിരിക്കുക എന്ന് പറയണേ ആ സാധനം. അപ്പോൾ ശരിയെന്ന് ഞാൻ പോണേ. അപ്പോൾ ഞാൻ ചായ പിടിച്ചിട്ട് വരാമേ.